സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിത ഭാരം ഏൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംഘടനയുടെ നേതൃത്വത്തിൽ ഡിഡി ഓഫീസിന് മുന്നിൽ നടത്തിയ അഭിഭാഷക ധർണ എ പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പൊതുജനത്തിന് അമിത ഭാരം ഏൽപ്പിച്ച് അസാധാരണമായ രീതിയിൽ കൂട്ടിയ കോടതി ഫീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് സൗത്ത് സോൺ ആയാം ഇൻചാർജ് എ പ്രതീഷ് പറഞ്ഞു. അഭിഭാഷക പരിഷത്ത് ജില്ലാ കമ്മിറ്റി ഡിഡി ഓഫീസിന് മുന്നിൽ നടത്തിയ അഭിഭാഷക ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബജറ്റിൽ കുടുംബ കോടതി വ്യവഹാരങ്ങൾക്കും ചെക്ക് കേസുകൾക്കും അപ്പീലുകൾക്കും ക്രമാതീതമായാണ് കോടതി ഫീസിൽ വർധനവ് വരുത്തിയത്. പിഴ ഇനത്തിലും കോർട്ട് ഫീ ഇനത്തിലും കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ചിട്ടും കോടതികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് തുക വകയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമുക്കറിയാം, നേരത്തെ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ അന്യായക്കാരൻ അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കേസാണ്. ആ തരത്തിലുള്ള കേസിൽ ഒരു നിധി തേടി വരുന്ന അന്യായക്കാരൻ വെറും 10 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ ആ ആൾക്ക് അന്യായം ഫയൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പുതിയ നികുതി നിർദ്ദേശപ്രകാരം 1 ലക്ഷം രൂപ വരെയുള്ള അന്യായത്തിന് 250 രൂപയാണ് കോർട്ട് ഫീ നൽകേണ്ടത്. അതായത് 250% വർധനവാണ്. 25 മടങ്ങാണ് കോർട്ട് ഫീ അവിടെ വർദ്ധിപ്പിച്ചത്. അതും തീർന്നില്ല. ആ 1 ലക്ഷത്തിന് മീതെ ഉള്ള ചെക്ക് കേസുകൾക്ക് 5% വീതം കോർട്ട് ഫീ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ജി മനോഹർ ലാൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി NP ശിഖ, ജില്ലാ സെക്രട്ടറി VA അനിരുദ്ധ്, സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് A നാരായണൻ നമ്പൂതിരി, രമ്യ മുരളി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.